ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു വെജിറ്റബിൾ കൊണ്ടുള്ള കറിയുടെ റെസിപ്പിയാണ്. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പിയാണ്. ഇത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഈ കറി ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഗ്രാമ്പൂ, പട്ട, ഏലക്ക. കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല, ഒന്നോ രണ്ടോ എണ്ണം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇവയൊന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇവ പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും പച്ചക്കറികളാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം വേണം സ്പൈസസ് ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലോട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ഉള്ളി എടുത്താൽ മതി. ഒരു വലിയ ഉള്ളിയും ഒരു ഉരുളൻകിഴങ്ങും ഒരു ക്യാരറ്റും പിന്നെ കുറച്ച് ഗ്രീൻ പീസും, ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്തതും ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ കറി വേണ്ടവർക്ക് പച്ചക്കറികളുടെ അളവ് കൂട്ടിയാൽ മതി. ഇവിടെ ഞാൻ എല്ലതും ഓരോന്നേ എടുത്തിട്ടുള്ളൂ. ഇനി ഈ കറിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഞാൻ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാലയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇവയുടെയെല്ലാം പച്ച സ്മെല്ല് പോകുന്നത് വരെ വഴറ്റിയെടുക്കണം. കരിയാൻ പാടില്ല. ലോ ഫ്ലെയിമിലിട്ട് വേണം, പൊടികൾ ഇടുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഉരുളൻകിഴങ്ങും ക്യാരറ്റും. ഇതുകൂടാതെ നിങ്ങളെ കയ്യിൽ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കോളിഫ്ലവർ, ബീൻസ് ഇവയൊക്കെ ഉണ്ടെങ്കിൽ അതും ഈ വെജിറ്റബിളിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇവ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 വിസിൽ വരെയാണ് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇവിടെ വെജിറ്റബിൾസ് എല്ലാം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു 3/4 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലിന് പകരം തേങ്ങ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചെടുക്കാം. അതിനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുകിട്ട് കൊടുക്കാം. ഇനി ഒരു പിടി മല്ലിയിലയും ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കടുക് പൊട്ടിച്ചതും ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അടിപൊളി ടേസ്റ്റിലുള്ള
വെജിറ്റബിൾ കറി റെഡിയായി. ഇതുപോലെ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും ഇഷ്ടമായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.